നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണ്. നിങ്ങൾ സത്യം സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നേ. നുണ എന്നൊരു പ്രയോഗം ആദ്യമേ എടുത്തു വെച്ചുകൊണ്ട് PR ചെയ്യുക, അതങ്ങനെ തുടരുക, അതിപ്പോൾ മുഖ്യമന്ത്രിയും ഏറ്റെടുക്കുക. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അല്ലല്ല, എന്റെ സംശയമല്ല. വീട് നിർമ്മാണം തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നുണയാണോ? വീട് നിർമ്മാണം തുടങ്ങി എന്നായിരിക്കാം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഓരോ തവണയും വയനാട്ടിൽ പോയി അവിടെ കല്ലിട്ടോ കല്ലിന് മുകളിൽ വന്നോ എന്ന് നോക്കുന്നില്ല. അദ്ദേഹത്തെ ധരിപ്പിച്ചതായിരിക്കും. ഞാൻ പറയുന്നു, കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനത് പറയുകയാണ്, കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, നുണ എന്ന വാക്ക് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്, ഓരോ കാലത്തും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. 2006 പോയി 2006 പരിപാടിയെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത പരിപാടിയെക്കുറിച്ച് നിങ്ങൾ വളരെ വേഗം അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടി വരും. അതിലെടുക്കുന്ന സമയമുണ്ട്. അതൊരു നുണയാന്ന് പറയണ്ട. പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം. അത് ഏത് നേതാക്കളുടെ കാര്യത്തിലും അതെ കേട്ടോ. നിങ്ങൾ അടുത്ത നിമിഷം നിങ്ങൾ അതാ 2003 കാര്യം പറയണം, 2005 കാര്യം പറയണം, അത് നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചില്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ എടുക്കാൻ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിച്ചില്ല. വയനാടിന്റെ കാര്യം പറയൂ. വയനാട് നമ്മുടെ മുന്നിൽ നോക്കൂ, എല്ലാ ക്യാമറകളും ഇത് തൊട്ട് മുൻപല്ലേ നമ്മൾ സംപ്രേഷണം ചെയ്തു. അല്ലെ, നമ്മുടെ സംപ്രേഷണം നോക്കിയിരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ നേതാക്കളെല്ലാം പ്രചാരണത്തിലാണ്. വയനാട്ടിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കേൾക്കൂ. വയനാട്ടിലെ DCC പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ വിളിച്ച് ചോദിച്ച് അറിയാവുന്നല്ലോ. നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല പറയാ. ഒന്നാമത്തെ കാര്യം, അതിനുള്ള അബദ്ധം പറ്റിയതാണോ പറയുന്ന കേൾക്കൂ. ഞാൻ പറയുന്ന പൂർത്തിയാക്കട്ടെ. അതായത് ഭൂമി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണല്ലോ. ഭൂമി വാങ്ങിയിട്ട് അതുവരെ വാങ്ങിയിട്ടില്ല എന്ന പ്രശ്നമായിരുന്നു. ഫണ്ട് മുഴുവൻ കിട്ടിയോ എന്നുള്ള പ്രശ്നമായിരുന്നു. പൈസ കിട്ടി, വാങ്ങി, ഭൂമി വാങ്ങി. ഭൂമിയുടെ അവിടെ എന്താണ് കെട്ടിവെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഭൂമി എന്നുള്ളത് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഭൂമിയിൽ പണി തുടങ്ങുന്നുണ്ടോ ഇല്ലോ എന്ന് നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്നേ. അതങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. പണി തുടങ്ങിയോ എന്ന് വെച്ചാൽ കല്ലിട്ടു എന്നായിരിക്കും അതേ ഉദ്ദേശിച്ചത്. എനിക്കറിയില്ല, എനിക്കതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇല്ലല്ല, ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. അരുൺ എന്നെ കൊണ്ട് എത്ര പറയിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇത്രേ പറയുള്ളൂ. ഡോക്ടർ അരുൺ, എനിക്ക് ഇത്രേ പറയുള്ളൂ. കോൺഗ്രസും സ്വയം വിമർശനം നടത്തേണ്ടതാണ്. ഒരു മിനിറ്റ്, സ്വയം വിമർശനം നടത്തേണ്ടതാണ്. 178 വീടുകൾക്ക് കറന്റും വെള്ളം കൊടുക്കാതെ ഞങ്ങളതാ വീട് നിർമ്മിച്ച് നൽകിയത്. ഇന്ന് പോലും അതവിടെ വന്ന് റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞിട്ട് ന്യായം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങ് മറുപടി പറഞ്ഞോളൂ. അങ്ങ് അവരുടെ ന്യായം പറഞ്ഞോളൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഒരു സർക്കാർ നിർമ്മിച്ചു നൽകുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ചു നൽകുന്നതും തമ്മിലുള്ള ഉത്തരവാദിത്വത്തിൽ ഒരു താരതമ്യവും ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. സർക്കാരാണ് ചെയ്യേണ്ടത്. ഭരിക്കുന്ന സർക്കാരാണ് ദുരന്ത ബാധിത അവിടെ 774 കോടി നമ്മളെ കൊടുത്ത പൈസ, നമ്മൾ കൊടുത്ത പൈസ 774 അവിടെ കൊടുത്തിട്ട് കോൺഗ്രസ് ആയിട്ട് പിരിച്ചതാണ്.